ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്ങിൻ്റെ ഫിഗറാണ്. മുകളിൽ കാണുന്ന ഈ ഭാഗം ഇതാണ് വേം വീൽ എന്ന് പറയും. ഇത് വർക്ക് പീസ്, ഇത് സ്പിൻഡിൽ, ഇത് സിമ്പിൾ ഗിയർ ട്രെയിൻ. നിങ്ങൾ MOM പഠിച്ചിട്ടുള്ള സിമ്പിൾ ഗിയർ ട്രെയിൻ. ഇത് ബെവൽ ഗിയർ ആണ്. ഇത് ഇൻഡെക്സ് ക്രാങ്ക്, ഇത് ഇൻഡെക്സ് ക്രാങ്ക്, ഇത് ഇൻഡെക്സ് പ്ലേറ്റ്. ഓക്കെ, ഇതാണ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്. സിമ്പിൾ ഇൻഡെക്സിങ് പഠിച്ചല്ലോ, പ്ലെയിൻ ഇൻഡെക്സിങ്. അതുപോലെ മറ്റൊന്നാണ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്. അതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം, എളുപ്പമാണ്. സോ ഇതാണ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്ങിൻ്റെ നമുക്ക് വരക്കേണ്ട ചിത്രം എക്സാമിന്. ഓക്കെ, ഇവിടെ ഇൻഡെക്സ് ക്രാങ്ക് കാണാം, ഇൻഡെക്സ് പ്ലേറ്റ് കാണാൻ പറ്റും, ബെവൽ ഗിയർ ഈ കാണുന്നതാണ് ബെവൽ ഗിയർ. ഒരു ബെവൽ ഗിയർ എന്ന് മാത്രം എഴുതിയാൽ മതി. ദിസ് ഇസ് ബെവൽ ഗിയർ. ഓക്കെ, ദിസ് ഇസ് ബെവൽ ഗിയർ. പിന്നെ ഈ കാണുന്ന ഇതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ. അത് നമുക്കറിയാം, സിമ്പിൾ ഗിയർ ട്രെയിൻ. ദെൻ ഇറ്റ് ഈസ് വേം ഗിയർ, ദെൻ വർക്ക് പീസ്. ഓക്കെ, ഒന്നിക്കൽ ഈ ചിത്രം വരക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള ഫിഗർ ഉണ്ടല്ലോ അത് വരച്ചാലും മതി. അതാണ് കുറച്ചുകൂടി എളുപ്പം ഉള്ള ഫിഗർ ആദ്യം വരച്ചത്. See its working. Differential indexing is generally done in a universal dividing head. മറ്റേത് നമ്മൾ ആദ്യം പഠിച്ചത് പ്ലെയിൻ ഡിവൈഡിങ് ഹെഡ് ആണ്. പ്ലെയിൻ ഡിവൈഡിങ് ഇൻഡെക്സിങ് ഹെഡ്, ഇത് യൂണിവേഴ്സൽ ഡിവൈഡിങ് ഇൻഡെക്സിങ് ഹെഡ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് ഈസ് ജനറലി ഡൺ ഇൻ എ യൂണിവേഴ്സൽ ഡിവൈഡിങ് ഇൻഡെക്സിങ് ഹെഡ്. Whenever the desired number of divisions on the workpiece cannot be obtained by simple indexing, so we approach differential indexing. Such a type of division can be done by differential indexing. ചില സമയത്ത് നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ സിമ്പിൾ ഇൻഡെക്സിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യില്ല, പകരം ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, whenever the desired number of divisions on the workpiece cannot be obtained by simple indexing, so we approach differential indexing. Such a type of divisions can be done by differential indexing. Whenever the index crank rotate, അപ്പോൾ ഡയഗ്രം കാണുമ്പോൾ ഓർമ്മിക്കണേ എവിടെയാണ് ഇൻഡെക്സ് ക്രാങ്ക് ഏറ്റവും താഴത്തെ. whenever the index crank rotate, then index plate മുകളിലുള്ള index plate also will rotate. The motion of the indexing plate is transferred to bevel gear. കറക്റ്റ് അല്ലേ? നേരെ മുകളിൽ bevel gear കാണാൻ പറ്റും. The bevel gear is attached with the odd number of simple gear train as shown in the figure. Okay. The bevel gear is attached with the odd number of simple gear train as shown in the figure. Here you can see a worm wheel. The motion of the worm wheel is transferred to index plate. So when we rotate index crank, the motion is transferred to workpiece. ഓക്കെ, ഇവിടെ ഈ ഡിഫറൻഷ്യൽ ഇൻഡെക്സിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇൻ ഡിഫറൻഷ്യൽ ഇൻഡെക്സിംഗ് ദ ഇൻഡെക്സ് പ്ലേറ്റ് ഈസ് മെയ്ഡ് ഫ്രീ ടു റൊട്ടേറ്റ്. നോക്കുക, ബ്രാക്കറ്റ് കാണുന്നില്ല എഴുതിയിട്ട്. ഫോർ ഡിഫറൻഷ്യൽ ഇൻഡെക്സിംഗ് the lock of the indexing plate is withdrawn so that the indexing plate is free to rotate. മറ്റേ കേസിൽ നമ്മൾ ഇൻഡെക്സിങ് പ്ലേറ്റിലേക്ക് പിന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു വേം വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു വിധത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തുകൊള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓക്കെ, ഹിയർ യു ക്യാൻ സി എ വേം വീൽ. ദ മോഷൻ ഓഫ് ദി വേം വീൽ is transferred to index plate. Okay, so when we rotate index crank, the motion is transferred to workpiece through bevel gear, simple gear train and worm wheel. അങ്ങനെ വർക്ക്പീസിൽ എത്തുന്നു. So in differential indexing, the index plate is made free to rotate. For differential indexing, the lock of the index plate is withdrawn, അല്ലെങ്കിൽ the lock of the index plate is removed so that the index plate is free to rotate. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. ഓക്കെ, so whenever the desired number of divisions on the workpiece cannot be obtained by using simple indexing, so we approach differential indexing. Whenever the index crank rotate, then index plate also will rotate. The motion of the index plate is transferred to bevel gear. The bevel gear is attached with the odd number of simple gear train as shown in the figure. Here you can see a worm wheel. The motion of the worm wheel is transferred to index plate. പിന്നെ എന്ത് ചെയ്യും? The motion of the worm wheel is transferred to index plate ആകുന്ന സമയത്ത് index plate എന്ത് ചെയ്യും?
ആ മോഷണ എവിടത്തേക്ക് കൊടുക്കും? ബെവൽ ഗിയർ കൊടുക്കും. ബെവൽ ഗിയർ എന്ത് ചെയ്യും? മറ്റേ എന്താ പറയേണ്ടത്, ഓഡ് നമ്പർ ഓഫ് ഗിയർ ട്രെയിൻ വഴി അത് വീണ്ടും വേം വീൽ വഴി വർക്ക് പീസിനെ നമുക്ക് വേണ്ടുന്ന വിധത്തിൽ മെഷീൻ ചെയ്ത് തരും. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. സോ ഇൻ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് ദ ഇൻഡെക്സ് പ്ലേറ്റ് ഈസ് മെയ്ഡ് ഫ്രീ ടു റൊട്ടേറ്റ്. അത് പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചെയ്തോളുമില്ല. ഫോർ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് ദ ലോക്ക് ഓഫ് ദി ഇൻഡെക്സ് പ്ലേറ്റ് ഈസ് വിഡ്രോൺ സോ ദാറ്റ് ദ ഇൻഡെക്സ് പ്ലേറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. നമ്മൾ മാനുവലി ചെയ്യുന്ന മാതിരി ഓരോരിക്കും 3 പ്രാവശ്യം തിരിച്ച് എന്നിട്ട് വീണ്ടും മറ്റേ 7ാമത്തെ ഹോളിൽ അങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ഡിഫോൾട്ടായിട്ട് ഇതങ്ങോട്ട് ചെയ്തോളൂ എല്ലാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഞാൻ മുന്നേ വരച്ചിട്ടുള്ള ആ ഫിഗറാണ് ഏറ്റവും നല്ലത്. ആദ്യം കാണിച്ച ഫിഗർ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബെവൽ ഗിയറും വേം ഗിയറും അതേമാതിരി സിമ്പിൾ ഗിയർ ട്രെയിനും ഒക്കെ കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. മെയിൻ എന്ന് പറഞ്ഞാൽ ഇതന്നെ, ഇൻഡെക്സ് പ്ലേറ്റ് ഈസ് മെയ്ഡ് ഫ്രീ ടു റൊട്ടേറ്റ്. ഫോർ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് ദി ലോക്ക് ഓഫ് ദി ഇൻഡെക്സ് പ്ലേറ്റ് ഈസ് വിഡ്രോൺ. അതാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ മോഷൻ അങ്ങോട്ട് ആദ്യം ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേം വീലിലേക്ക് പവർ എത്തിക്കഴിഞ്ഞാൽ വേം വീൽ എന്ത് ചെയ്യുന്നുണ്ട്? ദ മോഷൻ ഓഫ് ദി വേം വീൽ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇൻഡെക്സ് പ്ലേറ്റ്. പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്, ഇൻഡെക്സ് പ്ലേറ്റ് ഉണ്ടല്ലോ, ആ ലോക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യും. പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഇങ്ങനെ ത്രൂ ഔട്ട് അങ്ങോട്ട് ചെയ്തുകൊള്ളൂ. ഓക്കെ, സോ ഇതാണ് ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്. അത്രേ ഉള്ളൂ. ഇത് രണ്ടെണ്ണമാണ് കാര്യമായിട്ട് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ഇൻഡെക്സിങ്ങും ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്ങും. ഓക്കെ, താങ്ക് യു.